പാർട്ടിയും കൊള്ളത്തില്ല, രാഷ്ട്രീയ പാർട്ടി സ്വമേധ്യ അവർ നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങണം. ചില രാഷ്ട്രീയക്കാരെ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അത് ഏത് പാർട്ടിയിലെ രാഷ്ട്രീയക്കാരാണ്? BJP-യിൽതാണോ, കോൺഗ്രസിൻ്റെതാണോ, കമ്മ്യൂണിസ്റ്റിൻ്റെതാണോ, അല്ല മറ്റേതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ രാഷ്ട്രീയക്കാരാണോ? ഈ പറഞ്ഞ എല്ലാ പാർട്ടിയിലും ഈ പറയുന്ന ഒരു രാഷ്ട്രീയക്കാരുണ്ട്. അവരെന്ന് പറയുന്നത് സ്ഥിരമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത ആളുകളാണ്. അതായത് ഒരു പാർട്ടിയിൽ നിന്നും മറ്റു പാർട്ടിയിലേക്ക് ചാടുന്ന ആളുകൾ. ഇനി ചാടിയെത്തുന്ന തിരിച്ചു ചാടുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. ഇവർക്ക് സ്വന്തമായി ഒരു നിലപാടില്ല. അതുമാത്രമല്ല, ഇവരൊരിക്കലും രാജ്യത്തിനോ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങൾക്കോ വേണ്ടി സേവനം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും ആയിരിക്കില്ല. 90% ആളുകളും ഇങ്ങനെ പാർട്ടി മാറിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. അവർ അവരുടെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ മാറിക്കൊണ്ടേയിരിക്കും. ആ രാഷ്ട്രീയക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത്. അവർക്ക് വേണ്ടിയിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് ചാടി അവിടെ നിന്നൊന്നും കിട്ടില്ല എന്ന് തോന്നുമ്പോൾ തിരിച്ച് സ്വന്തം പാർട്ടിയിലേക്ക് വരുന്ന ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. ഈ രാഷ്ട്രീയക്കാരെ എൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും തിരിച്ച് സ്വീകരിക്കാൻ പാടില്ല. ഈ സ്വീകരിക്കുന്നത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കുന്നത്. ഈ സ്വീകരിക്കൽ നിർത്തി അങ്ങനെ ഒരു മറുപടി അവർക്ക് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ ചാടാൻ നിൽക്കില്ല. ഒരു രാഷ്ട്രീയക്കാരനും ഇതുപോലെ ചാടാൻ നിൽക്കില്ല. ഇനി ഒരു ചേട്ടൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു നോക്കാം. പാർട്ടിയും കൊള്ളത്തില്ല, രാഷ്ട്രീയ പാർട്ടി കൊള്ളത്തില്ല. രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം അവസരവാദികളും. ഞാൻ ചോദിക്കാം, ശബരിമല സ്വർണ്ണം എന്ത് ചെയ്യും? അയ്യപ്പൻ എന്ത് ചെയ്യും? അയ്യപ്പനും പോയി. അയ്യപ്പനൊക്കെ ഇപ്പം ചെമ്പിനകത്തിരിക്കുക. അത് കൊണ്ടുപോയാൽ കമ്മ്യൂണിസ്റ്റുകാരാ മൊത്തം. ഇപ്പോൾ തന്നെ പത്മകുമാർ എല്ലാം അകത്തിരിക്കുമല്ലോ. യവന്മാരെല്ലാം കൊണ്ട് തിന്നായത് പൈസ. യവന്മാർ മൊത്തം തിന്ന. ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ കൊള്ളത്തില്ല. കോൺഗ്രസ് അതിനെക്കാട്ടിയും കൊള്ളത്തില്ല. BJP വെറും പന്തല്. കാര്യം BJP കുറിച്ച് പറഞ്ഞാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ കേരളം വിട്ടുപോകണോ? കേരളത്തിൽ സ്വാതന്ത്ര്യം നമുക്ക്. മറ്റിടത്ത് അടിച്ചു കൊല്ലുക. ഒരു പൊലയൻ ഒരു ബ്രാഹ്മണ സ്ത്രീയെ പെണ്ണിനെ കല്യാണം കഴിച്ച് അവനെ അടിച്ചു കൊല്ലുവരെല്ലാം കൂടെ. അതാണ് ഉത്തരേന്ത്യ. ഞങ്ങളൊക്കെ ഉത്തരേന്ത്യ കിടന്ന് 45 കൊല്ലം ഞാൻ ഉത്തരേന്ത്യ ഉണ്ടായിരുന്ന ആളാണ്. എനിക്കറിയാം. ഗുജറാത്തിൽ ഒരുപാട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരേ ഒരു സംഭവം, ഭൂകമ്പം നടന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നറിയോ നിങ്ങൾക്ക്? അറിയത്തില്ല. ഗുജറാത്തിൽ കച്ചിൽ. ആ കച്ചിൽ ഞങ്ങൾ പണിഞ്ഞുകൊണ്ടിരിക്കുക. നാരായണ സരോവർ എന്ന് പറയും. അവിടെ നാരായണ സരോവർ കഴിഞ്ഞാൽ നലിയ എന്ന് പറഞ്ഞാൽ നലിയയിലാണ് ഇന്ത്യയിലെ ഏറ്റവും സീക്രട്ട് എയർപോർട്ട്. അവിടെ ഞങ്ങളുണ്ടായ സംഭവം പറഞ്ഞുതരാം. ഞങ്ങൾ അവിടെ ചെന്ന് അവർ ചോദിച്ചു, നിങ്ങൾ ഏത് ജാതിക്കാരാന്ന്? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളെന്ന് പറഞ്ഞാൽ ഏതാ? ഞങ്ങൾ പറഞ്ഞു, ഹിന്ദുക്കൾ ഹരിജനാന്നോ ബ്രാഹ്മണനാന്നോ? അപ്പോഴേ നമുക്ക് മനസ്സിലായി ഇതാ സംഭവം എന്ന്. അപ്പം ഗുജറാത്ത് ഇന്നും മോദി ഭരിക്കുന്നെങ്കിലും ഗുജറാത്തിലെ സംഭവം ഇന്നും അതാ. ഗുജറാത്തിൽ ഇന്നും ധരിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം, ഇവയെല്ലാം ഉണ്ടാക്കിയെന്ന് മോദി. റോഡ് തൂർന്ന മോദി. സ്വതന്ത്രന്മാർ, അണ്ടർ ഇടാത്തമാർ സ്വതന്ത്രം. അവൻ്റെ അണ്ടർ കളറില്ലല്ലോ. ഈ ഏട്ടൻ പറയുന്നതിൽ കുറെ കാര്യങ്ങൾ ശരിയാണ്. ഇപ്പോൾ നമുക്ക് ഇലക്ഷനാണ് വരുന്നത്. ഇനി അടുത്ത വർഷം, അതായത് 2026 സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻ വരുന്നുണ്ട്. 50% കൂടുതൽ പേരും അവരവരുടെ പൊളിറ്റിക്കൽ പാർട്ടി ഏതാണോ അതിനെ നോക്കി, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഏതിലാണോ അതിനെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുന്നത്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ ആളുകൾ വോട്ട് ചെയ്യേണ്ടത് ഒരിക്കലും പൊളിറ്റിക്കൽ പാർട്ടിയെ മാത്രം നോക്കിയല്ല, നിൽക്കുന്ന സ്ഥാനാർത്ഥികളെയും കൂടി നോക്കണം. അതിനുശേഷം വോട്ട് ചെയ്യുക. അതായത് നമുക്കറിയാം, ഇപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അല്ല, സ്റ്റേറ്റ് അസംബ്ലിന്റെ ഇലക്ഷൻ ആവട്ടെ, അതുപോലെ ലോക്സഭയുടെ ഇലക്ഷൻ ആവട്ടെ, പാർലമെന്റ് ഇലക്ഷൻ ആവട്ടെ, ഈ ഇലക്ഷൻസിലൊക്കെ വിജയിച്ചിട്ട് പോയിട്ടുള്ള ആളുകളിൽ പലർക്കും ഒരുപാട് ക്രിമിനൽ കേസിലുള്ള ആളുകളാണ് ഈ ജയിച്ചിട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ ലോക്സഭയിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് കേസുകളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ നമ്മൾ വെറും പൊളിറ്റിക്കൽ പാർട്ടി മാത്രം നോക്കരുത്. ഈ നിൽക്കുന്ന കാൻഡിഡേറ്റ്സിനെ, സ്ഥാനാർത്ഥികളെയും കൂടി നമ്മൾ നോക്കണം. അവരുടെ സ്വഭാവം നോക്കണം. അവർ നല്ലോണം വർക്ക് ചെയ്യുന്ന ആളുകളാണോ? അതായത് പൊതുജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണോ? നമുക്ക് പെട്ടെന്ന് ആക്സസിബിൾ ആയിട്ടുള്ള ആളുകളാണോ? നമ്മളുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകളാണോ? അതിന് കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണോ? ഈ കാര്യങ്ങളൊക്കെ നോക്കണം. അല്ലാതെ വെറും ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ആ പൊളിറ്റിക്കൽ പാർട്ടിയാണ് അതുകൊണ്ട് ഞാൻ അതിനെ വോട്ട് ചെയ്യും എന്നൊരു കാര്യമല്ല. ഈ കാൻഡിഡേറ്റ്സിനെ കുറിച്ച് നോക്കി അതിനുശേഷം നമ്മളെ സഹായിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണോ, ആ കാര്യങ്ങളൊക്കെ നോക്കിയതിനു ശേഷം വോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ക്രിമിനൽ കേസിലുള്ള ആളുകളെയൊക്കെ ഇലക്ഷന് നിർത്തിക്കുന്ന പാർട്ടികൾ തന്നെ അവർ തന്നെ അത് നിർത്തലാക്കും. പിന്നീട് അതായത് ഇതുപോലുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യാതിരുന്നാൽ, ഈ ക്രിമിനൽ കേസസ് ഒക്കെ ഉള്ള ആളുകളെ
മത്സരാർത്ഥിയായി ഓരോ പൊളിറ്റിക്കൽ പാർട്ടി വെക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മനസ്സിലാകും ഇവരെ നിർത്തിച്ചാൽ വോട്ട് കിട്ടില്ല. അപ്പോൾ അവർ സ്വമേധയെ മാറും. അവർ മാറാത്തതിന് കാരണം നമ്മളെ പോലത്തെ ആളുകൾ അവർക്ക് വോട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അവരാരെ നിർത്തിച്ചു കഴിഞ്ഞാലും ശരി, ആ പാർട്ടി ആയതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസം ആ പൊളിറ്റിക്കൽ പാർട്ടികൾക്കുണ്ട്. അത് ഏത് പൊളിറ്റിക്കൽ പാർട്ടിയും ആവട്ടെ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ ഞാൻ പറയില്ല, എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഇതുപോലത്തെ കാര്യങ്ങൾ നടക്കാറുണ്ട്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ മാത്രം പേരെടുത്തിട്ട് പറയേണ്ട കാര്യമില്ല, പല പൊളിറ്റിക്കൽ പാർട്ടീസും. അപ്പോൾ സ്വമേധയാ അവർ നിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ തുടങ്ങണം, സാധാരണ ജനങ്ങൾ തുടങ്ങണം, വോട്ട് ചെയ്യുന്നത് മാറ്റി ചിന്തിച്ചു തുടങ്ങണം. അങ്ങനെ മാറിയാൽ മാത്രമേ ഇതുപോലുള്ള ക്രിമിനൽസ് നമ്മളെ പാർലമെന്റിലൊക്കെ വന്ന് നമുക്ക് ഓരോ ആളുകൾക്കും നിയമം ഉണ്ടാക്കുന്നത് ഇതുപോലുള്ള ക്രിമിനൽസ് ആണ്. എല്ലാവരും ക്രിമിനൽസ് ആണെന്ന് പറയുന്നില്ല, പക്ഷേ ഒട്ടനവധി പേരാണ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകളാണ് ലോക്സഭയിലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളത് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ള പൊളിറ്റിക്കൽ പാർട്ടികളും ഇത് മാറി ചിന്തിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞതിനെ കുറിച്ച് യോജിക്കുന്നവർ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി യോജിക്കാത്ത ആളുകളാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്നുള്ള കാരണം കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.